അയ്യോ എന്താടാ ഇവിടെ വന്ന്? അല്ല ഞാനേ വന്നതേ എന്താണ് അവിടെ നടന്നതെന്ന് എനിക്കൊന്ന് ആക്ച്വലായിട്ടൊന്ന് പറയാൻ പറ്റുമോ? എവിടെ? എന്താ സ്വപ്നത്തിൽ നടന്നേന്നേ കണ്ടതുപോലെ പറഞ്ഞു ഞാനൊരു പരിഹാരം കാണാം, അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല എന്തിന്? കണ്ടത് പറ, ഞാനൊരു പരിഹാരം കാണാന്ന്. ആ സംഭവം ഞാൻ ഒരു വലിയ വലിയൊരു മണപ്പരപ്പിലൂടെ ഇങ്ങനെ നടക്കായിരുന്നു. ചേട്ടാ സ്വപ്നത്തിൽ UK അമേരിക്കയിലൊക്കെ ഓസിന് പോകാൻ പറ്റില്ല, എന്തിന് മണൽപ്പരപ്പിൽ പോയി? അതാണ് എന്റെ ചോദ്യം. അങ്ങനെ പോണ്ട കാര്യമില്ലായിരുന്നു. കേൾക്കണം. അല്ല ഞാൻ ഒരു ഫോർമാലായിട്ട് ചോദിച്ചല്ലോ, ബാക്കി പറ. ഞാൻ ഇങ്ങനെ നടന്നു പോയി, എങ്ങോട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ നടന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ ഒരു കല്ല്, വലിയ കല്ല്. ആ കല്ലിന്റെ പുറത്ത് ഒരാളിരിപ്പുണ്ട്. എന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ഒരാളിരിക്കല്ലേ. ഞാൻ വീണ്ടും നടന്നു, എങ്ങോട്ടൊന്നില്ലാതെ അങ്ങ് നടന്നങ്ങ് ദൂരെ ചെന്നപ്പോഴത്തേക്ക് ആരുമില്ല. എനിക്ക് പേടിയായി. ഞാൻ തിരിച്ചു കിടന്നപ്പോ പുള്ളി അവിടെ വീണ്ടും ഇരിപ്പുണ്ട്. അവിടെ ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ പുള്ളി ഒന്നിങ്ങനെ നോക്കി, പുള്ളി എന്നെ നോക്കി. ഒറ്റയ്ക്കിരിക്കല്ലേ, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാന്ന് വിചാരിച്ചു ഞാൻ അടുത്തോട്ട് ചെന്ന്. ഞാൻ അടുത്തോട്ട് ചെന്നിട്ട് മാമ സുഖം തന്നെയെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ ചാടി എന്റെ കോളർ പിടിച്ചിട്ട് ഒറ്റ അടിയടാ. മാമാന്ന് വിളിച്ച് അയാൾ വെച്ച് അടിച്ചെടുത്തില്ലേട്ടാ. ചേട്ടൻ ഒന്ന് ചിന്തിച്ചു നോക്കും, ഉള്ളിയുടെ കയ്യിൽ വല്ല കത്തി ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിലേ അത് ചേട്ടന്റെ പള്ളക്ക് കയറ്റിട്ടെ ആ വയറിങ്ങനെ കീറി ചോരിങ്ങനെ വാർന്നൊഴുകി ആ മരുമൈ കിടന്ന് വെള്ളം പോലും കിട്ടാതെ ചേട്ടൻ ചാവുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കും. അത് വിട്, ചേട്ടൻ എന്തിനാ എന്നെ അടിച്ചത്? അപ്പൂപ്പ എന്നെ അടിച്ചില്ലേ? ഞാൻ നിന്നെ കാണിച്ചു തന്നെയല്ലേ. എന്തിനാ എന്നെ കാണിച്ചടിക്കുന്നത്? അപ്പൂപ്പനല്ലേ ചേട്ടനെ അടിച്ചേ, പിന്നെ എന്തിനാ ചേട്ടൻ എന്തിനാ അടിച്ചത്? എടാ നീ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നിരുന്നത്? എന്റെ ചോദ്യം അതല്ല, അപ്പൂപ്പൻ ചേട്ടനെ അടിച്ചു, ചേട്ടൻ എന്തുകൊണ്ട് എന്നെ അടിച്ചു? അതാണ് എന്റെ ചോദ്യം. എടാ നിന്നെ കാണിച്ചു തന്നല്ലേ അപ്പൂപ്പ എന്നെ അടിച്ചത്, നിന്നെ കാണിച്ചു തന്നല്ലേ. എങ്ങനെ എന്തിനാണ് ഇപ്പൊ ഇവിടെ വന്നിരുന്നത്? ഞാൻ ഇറങ്ങി പോടാ അങ്ങോട്ട്. ഒരു തരത്തിലൊരു മനുഷ്യന് സ്വസ്ഥത. എന്താണ് രണ്ടുപേർക്കും ഒരു വൈക്ലഭ്യം? ശരിക്കും ഞാൻ ചെയ്തുതരും, ആവശ്യമില്ലാത്ത ഡയലോഗ് ഇറങ്ങി. ഞങ്ങൾക്ക് ചിറ്റപ്പെടുത്ത് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല, സോറി. എന്താണ് സംഭവം? എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത? പിന്നെ അല്ലാണ്ട് ചിറ്റപ്പന് മനസാക്ഷി ഉണ്ടോ? മനസാക്ഷി ഉണ്ടേ, പോക്കറ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ കളഞ്ഞു പോയി. നാളെ തരാൻ നിനക്ക്. എന്റെ പൊന്ന് ചിറ്റപ്പ, അച്ഛൻ എല്ലാരും കളിയാക്കോ ഇവിടെ? കളിയാക്കുന്നത് എന്താ? ഫേക്കൂത്ത് കാണിച്ചില്ലല്ലേ കളിയാക്കുന്നത്? നിന്റെ അച്ഛന് വട്ട് കാണിച്ചിട്ട് സ്വപ്നത്തിൽ ആരോ ഒന്ന് അടിച്ചെന്ന് ചെറുക്കനത്ത്. അച്ഛൻ പറയണേൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലോ? എന്ത് കാര്യമുണ്ട്? ചോദിച്ചു മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലാക്കാൻ സൗകര്യമില്ല. ചേച്ചി എന്തിനാ ചേച്ചി ഇത് ചിറ്റപ്പെടുത്ത് പറയാൻ പോണേ? ചിറ്റപ്പന് കോമൺ സെൻസ് ഇല്ല. What you mean, Mr. Shambhu? I'm a common man. Common girl inside your പൈങ്കളി. ആദ്യം ചിറ്റപ്പ പോയി ഇംഗ്ലീഷ് പഠിച്ചിട്ട് വാ. ഇംഗ്ലീഷ് പാച്ചിട്ട് വരാനോ? എടി എനിക്കറിയാം നിന്റെ ഇംഗ്ലീഷ് എന്താന്ന്. നിന്റെ അച്ഛനെ പോയി നീ സമാനിപ്പിക്കാൻ നോക്ക്. ആദ്യം അകത്ത് പോയി നിങ്ങൾ എനിക്ക് പോകൂടെ? ചുമ്മാ ഡയലോഗ് അടിക്കാൻ വന്നിരിക്കുന്നു. കോമൺ സെൻസ് ഇല്ലെന്ന് പോലും. എടാ കോമൺ സെൻസ് ഉണ്ടാവുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല, അതിന് സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം. ഓരോ മനുഷ്യർക്ക് കോമൺ സെൻസ് ഉള്ളിൽ വരുന്നതാണ്. പിള്ളേർ നിങ്ങൾ ആദ്യം പഠിക്കണം. നിങ്ങളെക്കാട്ടി വിവര വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ് ഞാൻ കുറെ പഠിച്ചിട്ട് തന്നെ ഇവിടെ വന്നത്. നീക്ക് മുട്ടേന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. ചിറ്റപ്പൻ അച്ഛന്റെ ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുമോ ഇല്ലയോ? പരിഹാരം നിങ്ങൾ പിന്നെ കൊച്ചു പിള്ളേരായത് കൊണ്ടും ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ പരിഹരിക്കുന്നതും ഞാൻ പറയാണ്. നമുക്ക് നോക്കാം. എന്ത് നോക്കാന്ന്? പരിഹരിക്കാൻ നോക്കാം. നേരത്തെ എന്താ പറഞ്ഞേ? ഇവിടെ എന്തൊരു ഡയലോഗ് അടിച്ചായിരുന്നു, കോമൺ സെൻസ് ഇല്ലെന്ന്. നിന്റെ വായുന്നത് വരരുത് ശംഭു. ഇപ്പോഴും ഞാൻ പറയുന്നു, ഐ ആം എ കോമൺ മാൻ, കോമൺ ഗേൾ ഇൻസൈഡ് യുവർ പൈങ്കളി സുമേഷ്. ആയിക്കോട്ടെ. നിന്നെ മുണ്ടിനകത്ത് വെച്ച് ഞാൻ ഞെക്കൂടാ. അർത്ഥം നിന്നെ മുണ്ടിനകത്ത് വെച്ച് ഞാൻ ഞെക്കുന്നു. ഞാൻ നോക്കട്ടെ എന്തെല്ലാം കാണണ്ടേ നിന്നെ മുണ്ടിനകത്ത് വെച്ച് കണ്ടല്ലേ ഇറുക്ക് ഞെക്ക് ഞാൻ നിന്നെ. നീ എന്തോ നേട്ടത് ഇത്? ഇത് വെറുതെ പഴുത്ത് വീണ് പോവല്ലേടാ, അച്ചാറിടാന്ന് വെച്ചോ. സ്വപ്നത്തിനാണെങ്കിൽ ആ പാവം ചേട്ടൻ അടി കെട്ടി പതകളെ കിടക്കുമ്പോഴാണോ ചേട്ടത്തെ അച്ചാറിടാൻ പോകുന്നത്? അത് കൊള്ളാം. നിന്റെ ചേട്ടനൊന്നും അല്ല ഞാൻ അച്ചാറിടുന്നത്, പുളിഞ്ചിക്കല്ലേ.
എടാ അല്ലേ തന്നെ അവർ അപ്പൂപ്പനും മോനും തമ്മിലുള്ള പ്രശ്നം, അതും സ്വപ്നത്തിൽ നടന്നെന്ന് പറയപ്പെടുന്ന ഒരു പ്രശ്നം. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? അല്ല ചേട്ടന്റെ സ്വപ്നത്തെ പറ്റി ഞാൻ വിശദമായിട്ടൊന്ന് അന്വേഷിച്ച്. എവിടെ പോയി അന്വേഷിച്ചു? അത് ഗൗരവമുള്ള ഒരാളടുത്താണ് ഞാൻ അന്വേഷിച്ചത്. എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ എങ്ങനെ ചേട്ടൻ ഇത് പറയണമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ പറയാം. ഇത് കണ്ട, ഇതേ നമ്മൾ രണ്ടുപേരും അറിയാതെ ചേട്ടന്റെ കയ്യിൽ മിണ്ടാതെ ഉരിയാടാതെ കെട്ടിക്കൊടുക്കണം. എടാ ഇപ്പൊ നമ്മൾ രണ്ടുപേരും അറിഞ്ഞില്ലടാ, പിന്നെ എങ്ങനെയാ മിണ്ടാതെ ഉരിയാടാതെ കൊണ്ട് കെട്ടിക്കൊടുക്കുന്നത്? രണ്ടുപേരും അറിഞ്ഞില്ലേ? അതായത് രണ്ടാമതൊരാൾ അറിയാതെ ചേട്ടനെ കെട്ടിക്കൊടുക്കണം. അപ്പോഴും പ്രശ്നമാണ്, നമ്മൾ രണ്ടുപേരും അറിഞ്ഞില്ലേ? എന്നാ മൂന്നാമതൊരാൾ അറിയാതെ ചേട്ടനെ കെട്ടിക്കൊടുക്കണം. അപ്പൊ തന്നു വിട്ടാ പുള്ളിക്ക് അറിയത്തില്ലേ? അപ്പൊ 3 പേരായില്ലേ? നാലാമതൊരാൾ അറിയാതെ ചേട്ടന്റെ കെട്ടണം. നാലാമതൊരാൾ എടാ കയ്യിൽ കെട്ടുമ്പോ അപ്പൊ ഉത്തോണൻ അറിയത്തില്ലേ? അഞ്ചാമതൊരാൾ അറിയാതെ ചേട്ടനെ കെട്ടിക്കൊടുക്കാൻ പറ്റുമോ? പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, 10 പേര് അറിയാതെ ചേട്ടനെ കെട്ടാൻ പറ്റുമോ? അത് ഞാൻ ചെയ്യാം. അല്ല അതെ, കുറച്ച് പൈസ ചെലവുണ്ടായിരുന്നു ഇതിനകത്ത്. പൈസ ചെലവ് ഉണ്ടെങ്കിൽ മോൻ തന്നെ കൈ വെച്ചാ മതി. എന്തുവാടാ കാശ് കൊടുത്തില്ലേ? പുള്ളിക്കാരന്റെ കൊങ്കി കുടിക്കുന്നു, അങ്ങോട്ട് കാശ് തരണോ എനിക്ക്? ആര്? കാശ് വേണം ചേട്ടന്, കയ്യിൽ ഏലസെറ്റ് കൊടുക്കാൻ കാശ് വേണമെന്ന്. കാശിന്റെ ഒരു പരിപാടി നടക്കില്ലെന്ന്, പ്രത്യേകിച്ച് നീയുമായിട്ട് കാശിന്റെ യാതൊരു ഇടപാട് നടത്തരുന്ന് ഉത്തോണം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നിടത്ത് പുള്ളിക്കാരൻ എന്നെ വെട്ടി കീറുന്നു, അതുകൊണ്ടാണ്. നീ ഇതങ്ങ് കൊണ്ട് തിരിച്ചു കൊടുത്തരാം, അപ്പൊ പിന്നെ വെട്ടി കീറൂ. ഇത് കെട്ടിയ റിസൾട്ട് ഉണ്ട്. റിസൾട്ട് ആവുമ്പോ ഞാൻ കാശ് തരാം. അത് ഓക്കെ ആണോ? ഓക്കെ, കെട്ടിക്കോട് ധൈര്യമായിട്ട്. കെട്ടിക്കൊടുക്കണേ, കറക്റ്റ് വലിക്കും. അത് ഒരു ഔഷധ ഗുണമുള്ള ഏലസാണത്.